അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. തിരുവല്ലാമല പല്ലൂർപ്പടിയിൽ ചിരകാല സ്വപ്നമായിരുന്ന സാംസ്കാരിക നിലയം MLA യുവ പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. 25 ലക്ഷം രൂപ ചെലവഴിച്ചുള്ള നിർമ്മാണം നാടിന് സമർപ്പിച്ചു. തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ് പല്ലൂർപ്പടിയിൽ ചിരകാല ആവശ്യമായിരുന്ന സാംസ്കാരിക നിലയം യാഥാർത്ഥ്യമായി. ജില്ലാ പഞ്ചായത്തിന്റെ പട്ടികജാതി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ വകയിരുത്തി പൂർത്തീകരിച്ച നിലയത്തിന്റെ ഉദ്ഘാടനം യുവ പ്രദീപ് MLA നിർവഹിച്ചു. അവരുടെ കൂടിയാലോചനയ്ക്ക് ഒരു കേന്ദ്രം വേണമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഉപയോഗിക്കാൻ കൊടുക്കാം. അവരുടെ സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ട് മുകളിലും താഴെയും എല്ലാം ധാരാളം സ്ഥലമുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ സ്ത്രീകളുടെ വളർച്ചയ്ക്ക് വേണ്ടി, അവരുടെ തൊഴിൽ വളർച്ചയ്ക്ക് വേണ്ടി ധാരാളം വ്യവസായവുമായി ബന്ധപ്പെട്ട് ധാരാളം സംരംഭങ്ങൾ ഇന്ന് നമുക്ക് തുടങ്ങാൻ ഗവൺമെൻറ് ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അത് അവർക്ക് സ്വയം തൊഴിൽ നിലയ്ക്ക് ഇവിടെ ചെയ്യാൻ ധാരാളം സൗകര്യമുണ്ട്. ഒരു സമയം നിശ്ചയിച്ച് അവരുടെ സാംസ്കാരിക പ്രവർത്തനം തടസ്സപ്പെടുത്താത്ത രീതിയിൽ എങ്ങനെയാണ് ഒരു സൗഹാർദ്ദ രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും? ഈ ക്ലബിനകത്ത് പ്രവർത്തിക്കുന്ന അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഇവിടെ താമസിക്കുന്നത്. അവർക്ക് ഒരു ആവശ്യം എന്ന് പറഞ്ഞു വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു നാടിൻ്റെ ആവശ്യമാണ്. ഇതെല്ലാം നടക്കും എന്നതുകൊണ്ടാണ് സർക്കാരിൻ്റെ പണം എടുത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അത് മുൻകൈ എടുത്ത് വയ്ക്കാൻ കാരണം. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S. നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കടമെടുക്കുകയാണ്. ആ കടമെടുക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മൃഗാശുപത്രി കെട്ടിടത്തിന് ഒട്ടനവധി പഴക്കമുണ്ട്. അതായത് കെട്ടിടത്തിന് പഴക്കമുണ്ട് എന്നല്ല, മൃഗാശുപത്രി തിരുവല്ലാമലയിൽ വന്നതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്ന് പറയുന്നത് രാമൻകുട്ടി നായർ എന്ന് പറയുന്ന ആളാണത്രേ ആ മൃഗാശുപത്രി കെട്ടിടം ആദ്യം തുടങ്ങാൻ വേണ്ടിയിട്ട് സ്ഥലം കൊടുത്തത്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കേരളത്തിന്റെ ഉപമുഖ്യമന്ത്രി ആയിട്ടുള്ള ശങ്കർ, അദ്ദേഹമാണ് ആ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഞാൻ ഇന്ന് രാവിലെ മനസ്സിലാക്കിയ കാര്യം എൻ്റെ ആളുകളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത്. ഒപ്പം അതിന് തറക്കല്ലിട്ടത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. പത്മജ വിശിഷ്ടാതിഥിയായിരുന്നു. ഉദ്ഘാടന പ്രസംഗത്തിൽ MLA സാംസ്കാരിക നിലയം ഒരു നാടിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് ഊന്നി പറഞ്ഞു. ഇതൊരു വികസനത്തിന്റെ കേന്ദ്രമാണ്. ഇവിടെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേ മനസ്സോടെ ജീവിക്കാൻ കഴിയണം. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ഈ കെട്ടിടം ഒരു നല്ല സൗകര്യമാണ്. ഗ്രാമത്തിലെ കുടുംബാംഗങ്ങൾക്ക് ഒരു ആവശ്യത്തിന് കടന്നുവരാനുള്ള ഇടമാണിത്, അദ്ദേഹം പറഞ്ഞു. പല്ലൂർപ്പടി വിന്നേഴ്സ് സിറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ചുങ്കം സെന്ററിൽ നിന്നും വാദ്യസമേതം ഗംഭീര ഘോഷയാത്രയോട് കൂടിയാണ് ഉദ്ഘാടന പരിപാടികൾക്ക് തുടക്കമിട്ടത്. സാംസ്കാരിക നിലയത്തിനായി സ്ഥലം കൈമാറിയ ഉണ്ണികൃഷ്ണനെ ഉദ്ഘാടന വേദിയിൽ വെച്ച് ആദരിച്ചു. വൈസ് പ്രസിഡന്റ് M. ഉദയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ്, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KP ഉമാശങ്കർ, ഉണ്ണികൃഷ്ണൻ മുല്ലക്കൽ, കൂടാതെ മധു ആനന്ദ്, KR സത്യൻ, ബിന്ദു വിജയകുമാർ, B. സ്മിത, ഹരിദാസൻ പുത്തൻമാരി, അബ്ബാസ് ആനപ്പാറ, പല്ലൂർപ്പടി വിന്നേഴ്സ് ക്ലബ് സെക്രട്ടറി അരിപ്രസാദ് തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. CCV ന്യൂസ്, തിരുവല്ല.